നിങ്ങൾക്ക് എന്നെ പോലെ ബ്രൗണീസെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യലാണ്. മൈക്രോവേവ് ഓവൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഇല്ലോ എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. ബട്ട് റീസെന്റ് ഐ സോ ദിസ് വീഡിയോ ഓൺ ഇൻസ്റ്റാഗ്രാം വിച്ച് മേക്ക് ദിസ് പ്രോസസ് ഈസി. അപ്പം ഇന്ന് ഞാൻ ബ്രൗൺ ബട്ടർ ബ്രൗണീസ് ആണ് ഉണ്ടാക്കുന്നത് ആൻഡ് ഇറ്റ് ഹാസ് നോ കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ റിച്ച് ഫഡ്ജി ആൻഡ് ഫുൾ ഓഫ് ചോക്ലേറ്റ് ഫ്ലേവർ. ഫസ്റ്റ് തന്നെ മുട്ടയിൽ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര മെൽട്ടായി വരുന്നവരെ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ബീറ്റായി വന്നു കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു മേലിലുള്ള ഗ്ലേസിങ് ടെക്സ്ചർ വരുള്ളൂ. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞ ഈസി ആയിട്ടുള്ള മെത്തേഡ് വരും. ഹൈ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തെടുത്ത ബ്രൗൺ ബട്ടറിൽ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എത്ര ഈസിലിയാണ് നമ്മളെ ചോക്ലേറ്റ് മെൽട്ടായി കിട്ടിയത്. ഇനി അത് മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നല്ലോണം വിസ്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലെ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കമ്പൈൻ ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ്ലി നമുക്ക് മൈദ ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് വെനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണേനു. അപ്പോൾ അത് ഞാൻ മറന്നുപോയിട്ട് ഈ ഒരു സ്റ്റെപ്പിലാണ് ചേർത്ത്. ഇനി ഇതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രൗണി മോൾഡിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ചോക്ലേറ്റ് വേണ്ടത് അത്രയോളം നമുക്ക് ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ടോപ്പ് ചെയ്തും കൊടുക്കും. എന്നിട്ട് ഇതിനെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 to 25 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണി റെഡിയായി. 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെ മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ബ്രൗണിയിൽ കമൻറ്റ് ചെയ്താൽ മതി. റെസിപ്പി നിങ്ങളുടെ DM-ലേക്ക് എത്തിക്കോളൂ.